ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ രാവിലെ 5 മണിയായിട്ടുണ്ട്. പുറത്തൊക്കെ നല്ല ഇരുട്ടാണ്, വെട്ടമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഒരു ഫുൾ ഡേ വ്ളോഗാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന വീടെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ റെൻറ്റിന് കൊടുക്കാനായിട്ട് വെച്ച വീടാണ്. അപ്പോൾ ഇന്ന് റെൻറ്റിനുള്ള ആൾക്കാർ വരികയാണ്. അപ്പോൾ പുതിയ വീടായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പ്രെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വീടിൻ്റെ താഴെയായിട്ട് വേറൊരു വീട് റെൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച സമയത്ത് ഞങ്ങൾ വളരെ ചെറിയ രീതിയിലൊരു ഹൗസ് വാമിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു പ്രെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നുണ്ടായിരുന്നത്. പിന്നെ വന്നവർക്കൊക്കെ ചായയും ലഡുവൊക്കെ കൊടുത്തു. ദേ ഞാനും കഴിക്കുന്നുണ്ടേ. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് മാവൊക്കെ ഉണ്ട്, അതിൽ ഫുള്ള് മാങ്ങ കിടപ്പുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് ഞങ്ങളുടെ വീട്, മീൻസ് ഞങ്ങൾ താമസിക്കുന്ന വീട്. ഇനി ഞാൻ ഈ പുതിയ വീട് ഫുള്ള് കാണിച്ചു തരാം. അപ്പോൾ അതാണ് പുതിയ വീട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ടെറസിൽ കയറിയേ. അവിടെ നല്ലൊരു വൈബായിരുന്നു. മേ ബി മോർണിംഗ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്യാവശ്യം ടോപ്പിലാണല്ലോ, അതുകൊണ്ടായിരിക്കാം നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇഡലിയും ചമ്മന്തിക്കറിയായിരുന്നേ, കൂടെ ചായ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ചായ കുടിക്കാറില്ല, വല്ലപ്പോഴും തോന്നുമ്പോൾ മാത്രമേ കുടിക്കാറുള്ളൂ. പിന്നെ കുറച്ച് നേരം ടി വിയും കണ്ടിരുന്നു. ഇനി നമുക്ക് വേറൊരു റിലേറ്റീവിൻ്റെ ഹൗസ് വാമിങ്ങിന് പോകണം. അപ്പോൾ അതിന് വേണ്ടി റെഡിയാകാൻ പോവാണ്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ ഫേസ് വാഷ്. ആഹാഗ്ലോയുടെ ഫേസ് വാഷ് ആണ്. എനിക്ക് നല്ല എഫക്റ്റീവാണ്, ബട്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, ബിക്കോസ് എനിക്കിത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഫേസ് വാഷാണ്. സോ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെയായിരിക്കും എന്നറിയില്ല, ബട്ട് എൻ്റെ ഓയിലി സ്കിന്നാണ്, എനിക്ക് എഫക്റ്റീവാണ്. ഇനിയുള്ളൊരു ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് ഏത് ഡ്രസ്സ് ഇടുമെന്നുള്ളത്. ലാസ്റ്റ് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇടാമെന്ന് കരുതി. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് ഇനി മേക്കപ്പ് ആണല്ലോ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല. മൈ സ്കിൻ ഈസ് സോ സെൻസിറ്റീവ്. സോ ഒരു മോയ്സ്ചറൈസ് പോലും ഇടാൻ പറ്റില്ല, അലർജിയാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാം. സോ സൺസ്ക്രീനും പൗഡറൊക്കെ ഇട്ടു. നമുക്കിനി കാജലും ഐലൈനറും ഇടാം. ഐലൈനറൊക്കെ എഴുതിയിട്ട് വന്ന് ക്യാമറ ഓൺ ചെയ്തപ്പോൾ ഫുള്ള് ഗ്രീൻ കളറിലിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു നോക്കി, കളർ ചേഞ്ച് ആവുന്നില്ല. ഓഫാക്കിയിട്ട് വീണ്ടും ഓണാക്കി നോക്കി, അപ്പോൾ ബ്ലൂ കളറായി. മേ ബി ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയതുകൊണ്ടായിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു നോക്കി, കളറിന് ഒരു ചേഞ്ചും ഇല്ല. അതുകൊണ്ട് ക്യാമറ നോക്കിക്കൊണ്ടിരിക്കാതെ പെട്ടെന്ന് ലിപ്സ്റ്റിക്കും കൂടെ ഇടാമെന്ന് കരുതി. ഫേസസ് കാനഡ കൺഫർമേറ്റീവ് വാവിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണിത്. വാങ്ങിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇട്ടപ്പോൾ നല്ലൊരു ഷെയ്ഡായിരുന്നു, കാണാൻ രസമുണ്ടായിരുന്നു. പിന്നെ ദേ ഈ ഇയറിങ്സ് കൂടി ഇട്ടു. അങ്ങനെ റെഡിയായി. ഇറ്റ്സ് മൈ ലാസ്റ്റ് ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യേ. ഓക്കെ, അപ്പം നമ്മൾ പോകാനായിട്ട് ഇറങ്ങി. അവിടെ എത്തി കാറിട്ടിട്ട് കുറച്ച് നടക്കേണ്ടതായിട്ട് വന്നു. അപ്പം നമ്മൾ അവിടെ എത്തി. അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഫുഡും കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി വാപ്പാടെ വീട്ടിലും കയറിയിട്ടുണ്ടായിരുന്നേ.
ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ പുറത്ത് നിൽക്കാനാണ്. ഇവിടെ നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. പക്ഷെ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് പുറത്ത് നിൽക്കാനേ പറ്റാതായി. പിന്നെ നമ്മളകത്ത് കയറി കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് എല്ലാവരും കൂടെ ഇവിടെ കാര്യം പറഞ്ഞിരിപ്പുണ്ട്. ട്രാവൽ ചെയ്തതുകൊണ്ടും ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ടും നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. എടുത്ത വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്താണ് കിടന്നത്. പിന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഒരു 5:30 ആയപ്പോൾ എണീച്ച് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വാപ്പ വർക്കുള്ളത് കൊണ്ട് ഞങ്ങളവിടെ ആക്കിയിട്ട് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിനി നടന്ന് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഞങ്ങളെ വീട്ടിലോട്ട്. വീട്ടിലെത്തി ഫ്രഷ് ആയതിനു ശേഷം രാവിലത്തെ ബാലൻസ് ഉണ്ടായിരുന്ന ലഡ്ഡു കഴിച്ചേ. പിന്നെ ഞങ്ങൾ റെൻറ്റിന് വീട് കൊടുത്ത് അവിടെ നിന്ന് പായസവും ബിരിയാണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി അതും കഴിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കണ്ണിൽ നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് ഈ കുക്കുംബർ വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ അത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കൂടെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. See you in next vlog. Bye.